നമസ്കാരം. പ്രത്യേകിച്ചുള്ള പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ പെട്ടെന്ന് എടുക്കുന്നൊരു വീഡിയോ ആണ്. ഞാനിപ്പോൾ കണ്ട ഡെയിലി മിറർ TV എന്ന് പറഞ്ഞ സുനിൽ കുപ്പോൾ സാറിൻ്റെ ചാനലിൽ നമ്മൾ ഹൈറിച്ചിൻ്റെ വീഡിയോസ് കാണാറുണ്ട്. അദ്ദേഹത്തെ എനിക്കും പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്, ഒരു പ്രസ് അംഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി പറഞ്ഞ ഒരു എക്സ്പീരിയൻസ്, അതായത് ഈ നാട്ടിലെ പ്രമുഖരായ മാധ്യമങ്ങൾ മുഴുവനും മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയപ്പെടുന്ന അതൊരു ചെയിനാണ്, അതൊരു സംഘടനയാണ്. ഒരു മാധ്യമങ്ങൾക്ക് ഒരു സംഘടനയുണ്ട്. ആ സംഘടനകൾക്കും ചിലപ്പോൾ ലക്ഷ്യങ്ങളുണ്ടാവാം, ചിലപ്പം അതിൽ പൈസേൻ്റെ ഇടപാടുകൾ നടക്കാം. നമ്മൾ ഇവിടെ ഇന്ന് ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന നമ്മളൊക്കെ വലിയ കബളിപ്പിക്കലിലാണ് ജീവിക്കുന്നത്. കബളിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഇവർ ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഒരു മേഖല വേറെ, എല്ലാ മേഖലകളിലും ഈ കബളിപ്പിക്കലുണ്ട്. ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം മൊത്തത്തിലൊരു പറ്റിക്കലാണ് ജനങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി എനിക്ക് ഈ ഹൈറിച്ചിൻ്റെ പ്രശ്നം വന്നു തുടങ്ങിയപ്പോൾ തൊട്ടാണ് മനസ്സിലായി തുടങ്ങിയത്. അതിലിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തെളിവടക്കം ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അത് ഹൈറിച്ചുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, തെളിവടക്കമാണ്. അതായത് മാധ്യമ സിൻഡിക്കേറ്റുകൾ പ്രത്യേകം സെലക്റ്റീവായി അവരുടേതായ എന്തൊക്കെയോ താല്പര്യങ്ങളെ സംരക്ഷിക്കപ്പെടുവാനുള്ള ഒരു ജോലിയായി തന്നെയാണ് അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ നടക്കാനും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാനുമാണ് പൊതുജനത്തിൻ്റെ മുമ്പിൽ വാർത്തകളായും വീഡിയോകളായും വന്ന് കാണുന്ന പല വാർത്തകളും അവരുടെ ആവശ്യപ്രകാരം നിർമ്മിച്ചിരിക്കുന്നതും വളച്ചൊടിക്കപ്പെട്ടിരിക്കുന്നതും സത്യങ്ങൾ പുറത്തുവിടാൻ മടിക്കുന്ന തരവുമാണ്. അതിൽ ഇപ്പോൾ ഈ പുറത്തു വന്ന വിഷയം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഹാളിൽ അതായത് കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പ്രസ് ക്ലബ്ബ്, ഏറ്റവും ഫേമസ് തന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടോ, തിരുവനന്തപുരത്തെ പ്രസ് ക്ലബിൻ്റെ ഓഫീസ് പ്രസ് മീറ്റ് നടത്തുന്ന സ്ഥലം, അവിടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ചാനലുകളും ഹൈറിച്ച് HCRS റിവൈവൽ സൊസൈറ്റിയുടെ അംഗങ്ങൾ ആയിട്ടുള്ളവർ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പെന്ന് പറയുന്ന ഒരു ബിസിനസ് കമ്പനി പൂട്ടിക്കെട്ടി വച്ചിരിക്കുന്ന ആ പ്രശ്നം ഈ കേരളത്തിലെ കേരളത്തിലെ ന്യൂസ് മാധ്യമങ്ങളെല്ലാം കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പെന്ന് പറഞ്ഞ ആ വിഷയത്തിൽ കുറേ കാലങ്ങളുടെ നടപടികളും തിരിക്കലും മറിക്കലും അതിൻ്റെയൊക്കെ ഓരോ പരിപാടികളെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതുവരെ എന്തൊക്കെയായി എത്തി നിൽക്കുന്നു എന്നുള്ളത് ഒന്നും എവിടെയും എത്താതെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ആ വിഷയത്തിൽ ഇതിലെ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് പറയാനുള്ളത് ഇതുവരെ എവിടെയും പറയപ്പെട്ടിട്ടില്ല, കേട്ടിട്ടില്ല, ആരും ചോദിച്ചിട്ടുമില്ല, ഒരു ന്യൂസുകാരനും ചോദിച്ചിട്ടില്ല, പറ്റിച്ചവനോട് പോലും ചോദിച്ചിട്ടില്ല. അവരിവിടെ നാട്ടിൽ തന്നെ ഈ ലീഡർമാരെന്ന് പറയുന്നവരെല്ലാവരും ഉണ്ട്. ഏതെങ്കിലും ഒരു ചാനലുകാരൻ വന്നിട്ട് ഒരു ലീഡറോടെങ്കിലും ഈ പറ്റിച്ചു എന്ന് പറയുന്നവരോടെങ്കിലും നിങ്ങൾ പറ്റിച്ചോ എന്നെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ ഇതിനെ ന്യായീകരിക്കുന്നവരോട് അങ്ങനെ ചോദിക്കാം. ഒരാളോടും ചോദിച്ചിട്ടില്ല. 1, 2, 3 പേര് ഉണ്ട് ഇപ്പോഴും സ്ഥിരമായിട്ട് ഇത് പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതും പറഞ്ഞു വന്നാൽ അത് ചോദിച്ചാൽ കൃത്യമായി ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ മനസ്സിലാവും എവിടെ പറ്റിക്കൽ എന്ന് പറഞ്ഞ പരിപാടി നടന്നിട്ടില്ലെന്ന്. അപ്പോൾ ഇങ്ങനൊരു വിഷയത്തിൽ ഈ കമ്പനിയിലെ പല അംഗങ്ങൾ ഒന്ന് ചേർന്ന് ഒരു സൊസൈറ്റി രൂപീകരിക്കുകയാണ്. പറ്റിച്ചു എന്ന് പറയപ്പെടുന്ന എല്ലാവരും ആ സൊസൈറ്റിയിൽ ജോയിൻ ചെയ്യുകയാണ്. എന്തിന്? പിന്നെയും പറ്റിക്കാനോ? അങ്ങനെയാണ് പറ്റിക്കുന്നവരാണെങ്കിൽ, പറ്റിക്കപ്പെട്ടവരാണെങ്കിൽ ഈ കാണുന്ന ആളുകളെല്ലാം അതിൽ 5 വർഷം മുമ്പ് ജോയിൻ ചെയ്തവരുണ്ട്, ഈ കമ്പനി തുടങ്ങിയ കാലത്ത് ജോയിൻ ചെയ്തവരുണ്ട്, ഇപ്പോഴും ജോയിൻ ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും അടുത്ത് ജോയിൻ ചെയ്തവരുണ്ട്, 1 വർഷം മുമ്പും അരക്കൊല്ലം മുമ്പും എല്ലാം ജോയിൻ ചെയ്തവരുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്, അവർക്ക് ആർക്കും ഹൈറിച്ചിനോട് പരാതിയില്ല. ആ സംഭവം അതിൻ്റെ സൊസൈറ്റിയായി രൂപീകരിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയി എല്ലായിടത്തും സൊസൈറ്റി രൂപീകരണം മീറ്റിംഗ് നടത്തി, കമ്മിറ്റി രൂപീകരിച്ച് സംഘാടകരെ തെരഞ്ഞെടുത്ത് നടത്തി വന്ന് ഒരു സൊസൈറ്റിയായി, ഇത്രയും ആളുകളുടെ ഒരു സൊസൈറ്റിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് പോലുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ് ക്ലബ്ബിൽ പോയി കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിനെ കുറിച്ച് സംസാരിച്ചിട്ട് എല്ലാ ചാനലുകളും അത് ഫുള്ളായി ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ എടുത്തത്, എല്ലാവരും ചോദ്യങ്ങൾ ചോദിച്ചു, അതിന് ഉത്തരങ്ങൾ പറഞ്ഞു. ചോദ്യങ്ങളും ഉത്തരങ്ങളും വലിയ രീതിയിലുള്ള ചോദ്യോത്തര വേള കഴിഞ്ഞ ആ പ്രസ് മീറ്റിൻ്റെ ഒരു വീഡിയോ പോലും
ഒരു ചാനലിലും കേരളത്തിൽ സംപ്രേഷണം ചെയ്തില്ല. ഒരു വീഡിയോ ഒരു ചാനലിൽ പോലും. അവർ തെറ്റാണ് പറഞ്ഞതെങ്കിൽ തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യാം. മുഴുവൻ വീഡിയോ ചെയ്യണം, ചെയ്തിട്ടില്ല. ഒരു ചാനൽ പോലും ഒരു വീഡിയോ, ഒരു ബൈറ്റ് പോലും ഇട്ടില്ല. ഒരു ചാനൽ പോലും അവർ ഒന്നിച്ചിട്ടില്ല. ഒന്നിച്ച് മാധ്യമ സിൻഡിക്കേറ്റ് ഇട്ടില്ല. സിൻഡിക്കേറ്റിന് അതിന് അനുമതി കൊടുത്തിട്ടില്ല. ആ മാധ്യമങ്ങൾക്ക് ഹൈറിച്ചിനെ കുറിച്ചുള്ള വീഡിയോ കൊടുക്കാനുള്ള അധികാരം മുതലാളിമാർ ചിലർ കൊടുത്തിട്ടില്ല. ചാനൽ മുതലാളിമാരും കൊടുത്തിട്ടില്ല. മുതലാളിമാർക്ക് എന്ത് കിട്ടി? എന്തിനാ കൊടുക്കാത്തെ? എന്തുകൊണ്ടാ കൊടുക്കാത്തെ? എന്ത് കിട്ടിയിട്ടാ കൊടുക്കാത്തെ? ഏത് ചാനലുകളൊക്കെയാ കൊടുത്തിട്ടുള്ളത്? കുറ്റം പറഞ്ഞ എല്ലാ ചാനലുകളും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കോടതിയിൽ കേസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ കേസ് എടുക്കുന്നുണ്ട്. ഇതൊരു അതായത് ജനങ്ങളെ പറ്റിക്കുന്നത് ഈ ഹൈറിച്ചിലും ഉപയോഗിക്കുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ, വാർത്തകളാണ് ഈ നാട്ടിൽ ഇന്ന്. വാർത്തകൾ മാധ്യമങ്ങളിൽ, ഇത്തരം ന്യൂസ് ചാനലുകളിൽ വരുന്ന വാർത്തകളാണ് ടോട്ടൽ ആ വാർത്തകളുടെ പെർസ്പെക്റ്റീവാണ്. ആ വാർത്തകൾ സഞ്ചരിക്കുന്നത് അവർ പറ്റിക്കൽ എന്ന് പറഞ്ഞാൽ പറ്റിക്കലാകും, അവർ നല്ലതെന്ന് പറഞ്ഞാൽ നല്ലതാവും, അവർ പൊക്കി പിടിച്ചാൽ പൊക്കലാവും. അങ്ങനെ ഈ ഹൈറിച്ചിന്റെ കേസ് കോടതിയിൽ, സുപ്രീം കോടതിയിലോ ഏത് കോടതി നടക്കുകയാണെങ്കിലും നടക്കുന്നതിന് ഒരു 2 ദിവസം മുമ്പ് 3 ദിവസം മുമ്പ് മിക്കവാറും ചാനലുകളിലെല്ലാം ഏതെങ്കിലും ഒരു ചാനലിൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയോടെ എന്തെങ്കിലും ഒരു ഡയലോഗും പറഞ്ഞ് ഹൈറിച്ച് തട്ടിപ്പ് അങ്ങനെയുള്ള കുറച്ച് വാക്കുകളൊക്കെ ഇങ്ങനെ ഇട്ട്, ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ഒന്നും സംഭവം അവിടെ നടന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം കുറച്ചു നാൾ മുമ്പ് വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ, ഈ സൊസൈറ്റിയുടെ രൂപീകരണത്തിന്റെ ക്ലിപ്സ് ഒക്കെ എടുത്തിട്ടിട്ട് അതുമായിട്ട് യാതൊരു ബന്ധവും കമ്പനിയുടെ പ്രവർത്തനത്തിലില്ല. എന്നിട്ട് ഈ സൊസൈറ്റിയുടെ വീഡിയോ ഒക്കെ, ആളുകൾ ഇരിക്കുന്ന വീഡിയോ, ഈ സാധാരണക്കാരായ ആളുകൾ ആ സൊസൈറ്റിയിൽ ജോയിൻ ചെയ്യാൻ നിയമപരമായ എല്ലാ രേഖകളും പാലിച്ച് ഒരു സൊസൈറ്റി രൂപീകരിക്കുമ്പോൾ അതിന്റെ വീഡിയോ എടുത്തിട്ടിട്ട് പറ്റിക്കലാക്കുക. ആ കസ്റ്റമേഴ്സിനെ തന്നെ അവരെ പറ്റിക്കലാക്കി കാണിപ്പിക്കുക. അവരെ തന്നെ പറ്റിച്ചെന്നാ പറയുന്നത് ഇപ്പം. അപ്പൊ ഇതാണ് സംഭവം. ഒരു ചാനലിൽ പോലും ഈ പ്രസ് മീറ്റിന്റെ വീഡിയോ ഇട്ടില്ലെന്നേ. പിന്നെ എന്നാത്തിനാ അവർ പ്രസ് മീറ്റിൽ വന്നത്? അവരെന്തിനാ വീഡിയോ എടുത്തത്? കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകാരെന്ന് പറയുന്നതെങ്കിലും വീഡിയോ ഇടണ്ടേ? ഈ മാധ്യമങ്ങൾ, ഇവര് റിപ്പോർട്ടേഴ്സ്, അല്ലെങ്കിൽ ഇതിൽ ഇരിക്കുന്ന ഈ മീശയും താടിയും പഠിച്ചവരും മറ്റേ ഈ ലുക്കും ചുന്ദര കുട്ടപ്പന്മാരായിട്ട് ഇരിക്കുന്ന അവരുടെ ഡയലോഗ് മാത്രമേ വിടുള്ളൂ. അവരുടെ ഡയലോഗിൽ മാത്രം ഇത് കള്ളത്തരമായും സത്യമായും ഒതുങ്ങണമെന്നാണോ? മനുഷ്യരെ പറ്റിക്കുന്നതിന് ഒരു പരിധി ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് ചാണകം തിന്നും പറ്റിക്കരുത്. അങ്ങനെ എനിക്ക് നല്ലൊരു ചീത്ത വാക്ക് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഉപേക്ഷിക്കുന്നത്. താങ്ക് യു, ബൈ.